ഇറാന്റെ ന്യൂക്ലിയർ നിരായുധീകരണ ചർച്ചയുടെ ഒന്നാം പാദം ഒമാനിൽ വെച്ച് കഴിഞ്ഞ് അമേരിക്കയുടെ പ്രതിനിധികളും അതേപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികളും ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ രണ്ടാം പാദ ചർച്ചയ്ക്കായി ഇന്ന് കൂടി വന്നു. ചർച്ച ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിന്നു. ഈ ചർച്ചയിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയി ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുമാണ് നേതൃത്വം നൽകിയത്. ഇന്റർമീഡിയേറ്റർ ആയിട്ട് നിന്ന് ഒരു ഒമാനി ഒഫീഷ്യലുമാണ്. ഈ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് എക്സ്പേർട്ട് ലെവൽ ചർച്ചയ്ക്കായിട്ട് ബുധനാഴ്ച ഒമാനിൽ വീണ്ടും അമേരിക്കയുടെ പ്രതിനിധികളും അതേപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികളും കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഇറാൻ നിരായുധീകരണ ചർച്ചയിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അണുവായുധ നിർമ്മാണവുമായും ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശക്തമായൊരു ആക്രമണം, സൈനിക നടപടി ഇറാന്റെ മേൽ ഉണ്ടാകുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ ലോകം വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും ഭയാശങ്കയോടും കൂടിയാണ് ഇന്നത്തെ ചർച്ചയെ നോക്കിക്കണ്ടത്. എന്നാൽ ചർച്ചകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ട്രംപിന്റെ ഭീഷണി യാതൊരു വിധത്തിലും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പെട്ടെന്ന് ട്രംപിന് ഒരു മലക്കം മറിച്ചിൽ ഇതെന്ത് പറ്റി എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച നടക്കുന്ന എക്സ്പേർട്ട് ലെവലിൽ ഈ എക്സ്പേർട്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു ന്യൂക്ലിയർ ഡീലിന് ആ ഒരു എഗ്രിമെന്റിന്റെ ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് വരുന്നതാണ് ഈ ബുധനാഴ്ച. ഈ ഫ്രെയിം വർക്കിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ടോപ്പ് നെഗോഷിയേറ്റേഴ്സ് ശനിയാഴ്ച ദിവസം ഇതേ ഒമാനിൽ വെച്ച് തന്നെ വീണ്ടും കൂടി വരുന്നുണ്ട്. എക്സ്പേർട്ട് ലെവലിലുള്ള എക്സ്പേർട്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഫ്രെയിം വർക്കിനെ ഒന്ന് വിലയിരുത്തുവാനും അതിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകളോ അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളെ പരിശോധിച്ചതിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ഒരു ന്യൂക്ലിയർ ഡീലിന്റെ അലൈൻമെന്റ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം പരിശോധിച്ച് കാര്യങ്ങളുടെ ഒരു എപ്രകാരം ഇത് ഡീൽ പോസിബിൾ ആക്കാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രാരംഭഘട്ട പ്രവർത്തനം അവിടെയായിരിക്കും തുടങ്ങുക. അപ്പോൾ ഇറാന്റെ പ്രതിനിധി പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട് ഒന്നാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എനർജി ഉൽപാദനത്തിന് വേണ്ടി മാത്രമാണ് ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സൈനികപരമായിട്ടുള്ള ഒരു ആയുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ തങ്ങൾ യാതൊരു വിധത്തിലുമുള്ള ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി പോലും ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം യുറേനിയം എൻറിച്ച്മെന്റ് ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇറാൻ പറയുന്നുണ്ട് ഇറാൻ അതിന്റെ ആണവ നിരായുധീകരണം പൂർണ്ണമായിട്ടും സാധ്യമല്ല എന്നെടുത്ത് പിന്നെയും ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സർട്ടൻ ലെവൽ വരെ അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഇറാന്റെ പ്രതിനിധി വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതിന്റെ ഒരു ക്ലോസും കൂടി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാന്റെ മേൽ വെച്ചിരിക്കുന്ന ഇന്റർനാഷണൽ സാങ്ഷൻസ് അതിൽ ഇളവ് വരുത്തുന്നു എങ്കിൽ ഈ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് ഒരു പരിധി വരെ അവർ ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഹോൾട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇറാനിയൻ സ്റ്റേറ്റ് ടിവിക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ഈ ഒരു ചർച്ച വളരെ യൂസ്ഫുൾ ആയിരുന്നു, അതേപോലെ തന്നെ കണ്ടക്റ്റഡ് ഇൻ എ കൺസ്ട്രക്റ്റീവ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ വളരെ പീസ്ഫുള്ളും ആയിരുന്നു, വളരെ കൺസ്ട്രക്റ്റീവും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. തുടർന്നും ഈ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പുരോഗതികൾ ഉണ്ടാകാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം പിന്നെയും പറഞ്ഞെന്ന് പറഞ്ഞാൽ സം പ്രോഗ്രസ് ഇൻ ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, പിന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. കൃത്യമായ ലക്ഷ്യങ്ങളെയും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള തത്വങ്ങളുടെ ബേസിലുമാണ് ഈ ചർച്ച മുമ്പോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച വളരെ പോസിറ്റീവ് ആണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവര് കംപ്ലീറ്റ്ലി ഒപ്റ്റിമിസ്റ്റിക് അല്ല, ഇതൊരു വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയല്ല ഈ ഒരു ചർച്ചയെ അവർ കാണുന്നതെന്നും, എന്നാൽ അവർ വളരെ ക്ലോസ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, അവര് പെസിമിസ്റ്റിക് അല്ല,
അമേരിക്കയുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ചുള്ള ഒരു കമന്റോ കാര്യങ്ങളോ ഒന്നും ഇതിനുശേഷം വന്നിട്ടില്ല. അമേരിക്ക അതിനെ വലിയ രീതിയിലൊന്നും ഇതിനകത്തൊന്നും പ്രതികരിച്ചിരുന്ന ആദ്യത്തെ ചർച്ചയിലെ പ്രകാരമായിരുന്നു. അമേരിക്ക ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ടോക്കിലൊന്നും അവർ ഒട്ടും ഹാപ്പി അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇറാന്റെ ആണവ ഈ ആയുധവൽക്കരണത്തെ പൂർണ്ണമായും തകർത്ത് കളയുക, ഏതെങ്കിലും തരത്തിലെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യമല്ല. പരിപൂർണമായിട്ട് തന്നെ നശിപ്പിച്ച് കളയുക, തങ്ങൾക്ക് ഭാവിയിൽ ദോഷം വരുത്താവുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ഇത്തരം ആണവ പരിപാടികൾ പദ്ധതികളൊന്നും ഒരു തരത്തിലും ഇസ്രായേൽ വെച്ച് പുറപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇസ്രായേൽ ഈ രീതിയിൽ മുമ്പോട്ട് പോകുകയാണ്. അവര് ഇറാനെ ആക്രമിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഇസ്രായേലി ഒഫീഷ്യൽ നൽകുന്ന കൃത്യമായ വെളിപ്പെടുത്തൽ. ഇസ്രായേൽ പറയുന്നതാണ് 2015 വച്ചിട്ടുള്ള ആ ഡീല് 2019 കൂടി തന്നെ ഇറാൻ അതൊക്കെ ക്രോസ് ചെയ്ത് കളഞ്ഞു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ 2015 പറഞ്ഞിട്ടുള്ള ആ ഒരു യുറേനിയം എൻറിച്ച്മെന്റിന്റെ ലെവലെല്ലാം ക്രോസ് ചെയ്ത് ഇപ്പൊ ആയുധം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അപകടം പിടിച്ചൊരു സാഹചര്യത്തിലേക്കാണ് ഇറാന്റെ പോക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ഒഫീഷ്യൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരിക്കലും ഈ യുറേനിയം എൻറിച്ച്മെന്റും അതേപോലെ തന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള അവരുടെ ആശയവും അവരൊരിക്കലും ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ 2015 നിഷ്കർഷിച്ചിട്ടുള്ള ആ ലെവലിലേക്ക് യുറേനിയം എൻറിച്ച്മെന്റിന്റെ അളവ് താഴ്ത്തിക്കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഈ ഡീലിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. അമേരിക്ക പറഞ്ഞിട്ടുള്ള പ്രകാരം ഇറാനുമായിട്ടൊരു നേരിട്ട് ചർച്ചയാണ് അമേരിക്ക ആദ്യം മുതലേ പറഞ്ഞതെങ്കിലും ആദ്യപാദ ചർച്ചയും രണ്ടാം പാദ ചർച്ചയും ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നടന്നത്. അപ്പോൾ ഈ തരത്തിൽ നോക്കുമ്പോൾ അമേരിക്കയുടെ ചില വാദങ്ങളും അമേരിക്കയുടെ ചില നയങ്ങൾക്കും ഒക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഇറാന്റെ വഴിക്ക് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ച സാഹചര്യമാണ് വരുത്തി വെക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഇറാൻ വേണമെങ്കിൽ ഇറാന്റെ ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള അവരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമാണ് ഈ ചർച്ച നടക്കുന്ന ഈ സമയങ്ങളിലും രഹസ്യമായി തന്നെ അവരുടെ ആയുധം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ട് ഇറാൻ മുമ്പോട്ട് പോകുക തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ചർച്ചയും ഇപ്പോഴത്തെ ഈ ഒരു സംഭാഷണവുമെല്ലാം ഇറാന് മാത്രം ഗുണം ചെയ്യുന്നതാണ്. അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ഈ ഒരു മലക്കം മറിച്ചിലാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ട്രംപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ആദ്യം പറഞ്ഞതും പ്രവർത്തിച്ചതും അല്ലെങ്കിൽ ഈ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് എല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി അത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഓൾറെഡി ഇറാന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അറബ് രാജ്യങ്ങളുടേതായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ ഇപ്പോൾ അമേരിക്ക ഇത്തരം രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചർച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായി തന്നെ അവസാനിച്ചു എങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായി എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സംഘട്ടനം ഒഴിവാക്കാം എന്നുള്ള അവരുടെ നയമാണെങ്കിൽ, അത്തരം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചിന്താഗതി ആണെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ അവർ പറയുന്നുണ്ട്, ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത്തരം രീതിയിൽ അമേരിക്കയുടെ ആ ഒരു നയവുമായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ ഈ ചർച്ച ശരിക്കും അമേരിക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം അനുവദിച്ചു കിട്ടുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ വേണമെങ്കിൽ ഇറാന് ആണവായുധം നിർമ്മിച്ച് മിഡിൽ ഈസ്റ്റിനെ എന്നേക്കുമായിട്ട് തങ്ങളുടെ പരിധിയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും പ്രായോഗിക പദത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആകെ ബെനിഫിറ്റ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ ഓൾമോസ്റ്റ് എല്ലാ തലങ്ങളും നമ്മളൊന്ന് തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചത്. മറ്റ് കാര്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ്. ഇസ്രായേൽ എന്തായാലും ഇറാനെ ആക്രമിക്കും എന്നുള്ളത് സംശയം തന്നെ നമുക്ക് പറയാം. അമേരിക്ക ഇനി എത്ര പിന്മാറിപ്പോയി എന്ന് പറഞ്ഞാലും ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് പിന്നെ അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയാണ് ഇതിന് ആദ്യം തുടക്കം വിട്ടത്. അമേരിക്കയാണ് ഇസ്രായേലിനോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ് ആദ്യം പറക്കും ടെഹ്റാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ വേണ്ടി എന്നുള്ളത്.
അമേരിക്കൻ പ്രസിഡന്റിന്റെ അത്തരം രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഈ ഒരു കാര്യത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കാം എന്നുള്ളത് മാറ്റിവെച്ചാൽ സ്ഥിരമായ രീതിയിൽ ഈ ഒരു രീതിയിൽ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെയോ ഇതിനെ ഒഴിവാക്കി മുമ്പോട്ട് പോകാം എന്ന് അമേരിക്ക വല്ലാതെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഇസ്രായേൽ അമേരിക്ക ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷം പിടിച്ചുള്ള വാർത്തയാണ്, ആരും പറയേണ്ട കാര്യമില്ല. ഒരു തരത്തിലും പക്ഷം പിടിച്ച് വാർത്ത കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷം പിടിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പുറപ്പെടുവിക്കുന്നതല്ല. നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരെയും ഇകഴ്ത്താനും ആരെയും പുകഴ്ത്താനും നമുക്ക് താല്പര്യമില്ല. സത്യം എവിടാണോ അവിടെ നമ്മൾ നിൽക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.